പ്രൈസ് ദി ലോർഡ്. 116-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവം എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അതെ, ദൈവം ആരാ? ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ്. പിശാച് നമ്മളെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ പല നിലയിൽ കൂടെ നമ്മളെ ബന്ധിച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയാ, യഹോവേ, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. ദൈവങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ബന്ധനങ്ങളൊക്കെ അഴിക്കാൻ പോകും. നിങ്ങൾ പാപത്തിന്റെ ബന്ധനത്തിലാണോ? സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരിക്കുന്നവരാണോ എന്നെ ശ്രദ്ധിക്കുന്നത്? ഇല്ല, നിങ്ങൾക്ക് ഇതൊന്നുമില്ല. നിങ്ങൾ നല്ല നിലയിൽ ജീവിച്ചിട്ട് നിങ്ങൾക്ക് വിഷമമാണോ, പ്രയാസമാണോ? അങ്ങനെയുള്ളൊരു ബന്ധനത്തിലാണോ? യേശു കർത്താവ് പറയുന്നു, ഇന്ന് പകൽക്കാലം അത് അഴിക്കാൻ പോകാം. കാരണം യേശു കർത്താവ് ഇന്ന് നിങ്ങളിൽ വസിക്കണം. ഒരിക്കലും യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കഴുതയെ ഇങ്ങനെ അവിടെ അടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട്, നിങ്ങൾ അതിനെ അഴിപ്പീൻ എന്ന് പറഞ്ഞു. അഴിക്കുമ്പോൾ ആരെങ്കിലും അതിനോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞങ്ങളുടെ യേശു കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. അതെ, കെട്ടപ്പെട്ടതിനെ അഴിക്കുന്ന കർത്താവ്. കെട്ടുമൂട്ടിൽ ഒരിടത്തിട്ട് കിടക്കേണ്ടതല്ല നമ്മളൊക്കെ. നമ്മളെ സ്വാതന്ത്ര്യത്തിൽ ഗലാത്യലേഖനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനവും സ്വാതന്ത്ര്യവും നൽകി. ക്രൂശ് മരണം നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കാനാണ്. പാപമാകുന്ന ബന്ധനത്താൽ പാപമിട്ട് പിശാച് നമ്മെ ബന്ധിച്ചൊതുക്കി വെച്ച് പാപ സ്വഭാവം ഉള്ളവരാക്കി തീർത്ത് എങ്ങോട്ടും സഞ്ചരിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മളെ ഒതുക്കി വെച്ച മണ്ഡലങ്ങളിൽ നിന്നും കർത്താവിന്റെ പകൽക്കാലം നമ്മളെ പുറത്തു കൊണ്ടുവരിക. നിങ്ങളുടെ പാപ സ്വഭാവം യേശു മാറ്റാൻ പോകുകയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് നിങ്ങളുടെ പാപം മാറുന്നില്ലയോ? എന്തൊക്കെ കർമാചാരങ്ങളും നേർച്ചകളും നേർച്ചകാഴ്ചകളും, അതേ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പണം കൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് ഇതുവരെയും ഒന്നിനും അതേ പ്രയാസം മാറിയില്ലയോ? ഇന്ന് പലക്കാരും കർത്താവ് പറയാ, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, കർത്താവിൽ നിങ്ങളൊന്ന് വിശ്വസിക്കുക. സ്തോത്രം. കർത്താവിനെ ഒന്ന് സ്നേഹിര്, യേശു നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കും. ഒന്ന്, നിങ്ങളുടെ പാപബന്ധനങ്ങളെ അഴിക്കുന്നവനാണ് യേശു. രണ്ട്, നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അഴിക്കുന്നവനാണ് കർത്താവ്. സ്തോത്രം. രോഗമിട്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് പല ഭാരങ്ങളാൽ നിങ്ങൾ ബന്ധനാവസ്ഥയിൽ കിടക്കുമ്പോൾ, ശരീരത്തിനകത്തും പുറത്തുമൊക്കെ നിങ്ങൾ പല വിഷയത്തിന്മേൽ രോഗത്താൽ ഭാരപ്പെട്ട് ബന്ധിച്ച് കിടക്കുന്നുവെങ്കിൽ ഇന്ന് വൽക്കാലം കർത്താവ് ആ ബന്ധനത്തെ അഴിക്കാൻ പോവുകയാണ്. ബൈബിളിലെ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ രോഗികളെയാ കർത്താവ് രോഗസൗഖ്യം കൊടുത്ത ബന്ധന കിടക്കയിൽ നിന്ന്. അതേ, പക്ഷപാതക്കാരോട് പറഞ്ഞു, ഈ കിടക്കയോട് ചേർന്ന് കിടക്കുന്ന ബന്ധനം അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ബന്ധനങ്ങൾ അഴിച്ച് കർത്താവ് പക്ഷപാതക്കാരനെ അതേ നടത്തിയവനാ. സ്തോത്രം. അപ്പോൾ രണ്ട്, നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അഴിക്കുന്നവനാ കർത്താവ്. മൂന്ന്, പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുന്നവനാ കർത്താവ്. സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങളെയും മനസ്സിനെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും പൈശാചികമായ ചില ബന്ധനങ്ങൾ കൊണ്ട് നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളിലും അഴിക്കുവാൻ കഴിയുന്നവൻ എന്റെ കർത്താവ് മാത്രമാണ്. ഈ ഭൂമിയിലുള്ളതായ ഒരു കർമ്മത്തിനും പിശാചിന്റെ പിടിയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയത്തില്ല. പിശാച് കെട്ടിയ ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയത്തില്ല. അഴിക്കാൻ കഴിയുന്നവൻ ഒറ്റ ഒരാളെ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവാണ്. പിശാചിന്റെ തലയെ തകർത്തവൻ, കാൽവരി ക്രൂശിൽ സകലതും വഹിച്ച് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുത്ത് പോയ കർത്താവ്, അതേ, നമ്മുടെ സകല ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. പിശാച് നമ്മെ കെട്ടുന്ന ബന്ധനങ്ങൾ, ദീർഘനാളുകളായി പിശാച് ബാധിതനായി കല്ലറവാസിയായിരുന്നവൻ യേശു അവന്റെ ഭൂതത്തെ ശാസിച്ചു വിട്ട് അവന്മേലുള്ള പൈശാചിക ബന്ധനത്തെ അഴിച്ച് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇങ്ങനെ എത്രയെത്ര ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചത് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏത് നിലയിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നവൻ ഒരാളെ ഉള്ളൂ, കർത്താവാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സകല ബന്ധനങ്ങളും യേശു അഴിക്കുക. നിങ്ങളുടെ പാപബന്ധനം യേശു അഴിക്കുന്നു. നിങ്ങളുടെ രോഗബന്ധനം യേശു അഴിക്കുന്നു. പൈശാചിക ബന്ധനം നിങ്ങളെ അഴിക്കുക. അനേക നാളുകളായി നിങ്ങൾ പലതും ചെയ്തിട്ടും നിങ്ങൾക്ക് കയറി വരുവാൻ കഴിയാതെ നിങ്ങളുടെ ബിസിനസ് തകർന്നിരിക്കുന്നു, നിങ്ങളുടെ കുടുംബം തകർന്നിരിക്കുന്നു, നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയി, നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയായി, നിങ്ങളുടെ ഭാര്യമാർ അതേ വേറെ മോശമായ വഴികൾ നടക്കുന്നു, കുടുംബം തകർന്നു പോയ അനുഭവമാണോ? ഇന്ന് പകൽക്കാലം ആ ബന്ധനങ്ങളെ എല്ലാം അഴിച്ച് നിങ്ങളെ യേശുവിന്റെ അരികിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. സ്തോത്രം.
അങ്ങനെയെങ്കിൽ ഇന്ന് പകരക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സങ്കീർത്തനക്കാരൻ പറയുന്നു, താവേ നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചല്ലോ. ഈ പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുക. നിങ്ങളുടെ രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്നു, നിങ്ങളുടെ പാപബന്ധനങ്ങളെ അഴിക്കുന്നു, നിങ്ങളുടെ പൈശാചിക ബന്ധനങ്ങളെ യേശു അഴിക്കുന്നു. ആകയാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിലുള്ള സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോട്ടെ, നിങ്ങളിലുള്ള പാപ സ്വഭാവങ്ങൾ മാറിപ്പോട്ടെ. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ പാപമോചനമുള്ളവരായി തീരുക. നിങ്ങളിലുള്ള രോഗങ്ങളെല്ലാം അഴിഞ്ഞു മാറി സൗഖ്യമുണ്ടാകട്ടെ. പിശാച് നിങ്ങളെ കെട്ടിവെച്ച് നിങ്ങളുടെ ഭൗമിക നന്മയും സാമ്പത്തിക നന്മകളും അതുപോലെ നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളും കുടുംബ ബന്ധങ്ങളും നിങ്ങളുടെ ശരീരത്തെ പോലും അലച്ച് കെട്ടിമുറുക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതെല്ലാം യേശു അഴിച്ചു തരുന്ന ദൈവമാണ്. ഈ കർത്താവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അത് നിലവിളിക്കുക, ഉപവസിക്കുക, സത്യദൈവത്തെ നീതിയിലും വിശ്വസ്തതയിലും വിശുദ്ധിയിലും ആരാധിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതെ താഴെ കാണുന്ന എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങൾ ഏത് സമയത്ത് എപ്പോൾ കേൾക്കുന്നുവോ ആ സമയത്ത് ദൈവാത്മാവ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.